ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. നമ്മൾ എന്താണ് പറയേണ്ടത്? അത് വേണോ ഇത് വേണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ്റെ അങ്ങേയറ്റം എന്ന് പറയത്തില്ലേ. നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടിലാണ് കേരളം. അപ്പം 11-ാം തീയതി ഇലക്ഷൻ വരികയാണ് ഈ ജില്ലയിൽ. ഓരോരോ ജില്ലയിലും വ്യത്യാസമാണല്ലോ ഡേറ്റുകൾക്ക്. അപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ 11-നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. അപ്പം ഇവിടെ എൻ്റെ ഈ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറുമ്പോൾ ഒരു വീടുണ്ട്. ആ വീട്ടിലെ ഒരു ചേച്ചിയാണ് ഒരു പാർട്ടിയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ മോള് എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിയെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അത് അവർ ജോലി ചെയ്ത ഒരു എമൗണ്ട് ആണല്ലോ നമ്മുടെ സാലറിയുടെ, നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം എന്ന് കരുതിയിട്ട്, എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ, നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അവർക്ക് ചെയ്യാമെന്നുള്ളൊരു മനസ്സിലിങ്ങനെ കരുതി വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ പാർട്ടി മറ്റൊന്നും നോക്കുന്നില്ല. അപ്പം മറ്റൊരു പാർട്ടിയുടെ ഒരു ചേച്ചി വന്ന് കണ്ട് സംസാരിച്ചൊക്കെ പോയി. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഈ ചേച്ചി ഏതാണെന്ന്. ഇന്ന് വൈകുന്നേരം അവർ വീണ്ടും വന്നപ്പം എന്നെ വിളിച്ച് ടീച്ചറേന്ന് വിളിച്ചു. അപ്പം ടീച്ചർ എന്നിട്ട് പറഞ്ഞു, ഇന്ന ആളുടെ അമ്മയാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പം ആ കൊച്ചൻ അവിടെ പഠിക്കുന്നുണ്ട്. അത് 9-ലാണ് പഠിക്കുന്നത്. മറ്റേ പെങ്കൊച്ചാണെങ്കിൽ 8-ൽ. അപ്പം 2 സ്ഥാനാർത്ഥികളുടെയും മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് 8-ലും 9-ലും ആയിട്ട്. അപ്പം എനിക്കറിയില്ലായിരുന്നു. എന്നെ പക്ഷേ അറിയാവുന്നത് കൊണ്ട് അവരിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആണോ? വൈകുന്നേരം ആ കൊച്ചനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മ മത്സരിക്കണം. ഞാൻ പറഞ്ഞു, നീ വോട്ട് പിടിക്കാനൊക്കെ ഒരു ദിവസം പോയി. ഞാൻ പറഞ്ഞു, എല്ലാവരോടും വോട്ട് ചോദിക്കണം, അമ്മയ്ക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറയണേന്നൊക്കെ അവനോട് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുക, ഇത് ആർക്കിപ്പം ഞാൻ വോട്ട് ചെയ്യും? കാരണം ഞാൻ ഒരു ഇതിൽ വിചാരിച്ചത് അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഭാഗം നമ്മൾ അധ്വാനിച്ചിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം എന്താ അടുത്ത് വന്നപ്പോൾ അടുത്ത ആളുമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ പറയും? ഇതൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടമായിപ്പോയി. ഞാനൊരു തീരുമാനം എടുത്തു വെച്ച് അങ്ങനെയാണ്. അപ്പം ഇനി വേറൊരു പാർട്ടിയും കൂടെ നിൽപ്പുണ്ട്. അതൊരു ചേച്ചിയാണ് നിൽക്കുന്നത്. ഇനി അതിന് നിങ്ങളുടെ ട്യൂഷൻ സെൻ്ററുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. ആ ചേച്ചി ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. അപ്പം അറിയാമെന്നാണെങ്കിൽ എന്തെങ്കിലും പറയാനേ. കാരണം എല്ലാ സ്ഥാനാർത്ഥികളും നമ്മളെ എങ്ങനെ ഒന്ന് വലയിലാക്കണമെന്നാണ് ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. കഴിഞ്ഞ ദിവസം ഈ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മ ഇലക്ഷൻ നിൽക്കുന്നത്. അവർ പറഞ്ഞ് ഇവിടെ ഏതാണ്ട് കാർഡും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞ് അവൾ വരാഞ്ഞതേ പനി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് വെക്കുകയാണ്. അങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു വോട്ട് അവർക്ക് കൊടുത്താൽ അവർ ജയിച്ചാലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുക, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നോട്ടയ്ക്ക് വോട്ട് ചെയ്താലോ, അല്ലെങ്കിൽ പോട്ടെ ഇവർക്ക് 2 പേർക്കും വേണ്ട, ഈ പഠിപ്പിക്കാത്ത പിള്ളേരുള്ള ആളുകൾക്ക് വല്ലതും വോട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും കാര്യമില്ലല്ലോ. ഇപ്പം വലിയൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇനിയുണ്ട് കുറച്ച് ദിവസം കൂടെ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ധർമ്മസങ്കടത്തിൽ ചിലപ്പം പറയും, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പറയണോ. ചിലർ പറയും ഒരു സൈഡിൽ ഭാര്യ ഒരു സൈഡിൽ അമ്മ, ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്ന് കരുതിയിരിക്കുന്ന കുറച്ച് ഭർത്താക്കന്മാരുണ്ട് ഇല്ലേ. ഒരു സൈഡിൽ മരുമകളും മോനും, ഒരു സൈഡിൽ എൻ്റെ ഭാര്യ എന്ന് കരുതിയിരിക്കുന്ന അമ്മായിയപ്പന്മാരും ഉണ്ടല്ലോ. ഇങ്ങനെ ചിലയിടത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. എന്ത് ചെയ്യാം? അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അല്ലേ, അതിൽ ഒരു മാർഗം നമ്മൾ തന്നെ കണ്ടെത്തണം. എന്തായാലും വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ പറയും ചെയ്തോ എന്നുള്ളത്. അങ്ങനെ ചെയ്യുക അല്ലേ. അങ്ങനെ ഞാനും വിചാരിച്ചിരിക്കുന്നു. ഇനി ദിവസം ഉണ്ടല്ലോ. ഓക്കെ.